നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ഇറാൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് ആ കാര്യം കൂടെ ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കണം. അമേരിക്കക്ക് കഴിയില്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തോളാം. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത്. എന്നാൽ ട്രംപ് പറയുന്നത് ഞങ്ങൾ ഡീലിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പരസ്പരം സംസാരിക്കുക, ചർച്ച ചെയ്യുക, ഒരു കരാറിലെത്തുക. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഇനി കരാറിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ ആക്രമിക്കും എന്നും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നതിന്റെ ഭാഗമായി ചില നീക്കങ്ങളും ട്രംപ് നടത്തുന്നുണ്ട്. USS ജെറാൾഡ് എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പൽ കൂടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. ആ കപ്പൽ കൂടെ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ട്രംപ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ട്രംപ് പറയുന്നത് മറ്റൊന്നാണ്. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, അതിന് ഞങ്ങൾ രണ്ടാം സ്ഥാനം മാത്രമാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, ഒരു ഭാഗത്ത് ഭീഷണി, മറ്റൊരു ഭാഗത്ത് സമാധാനത്തിന്റെ സംസാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഇറാൻ അമേരിക്ക ചർച്ചയിലേക്ക് പോകുന്നത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നാൽ ചർച്ച നടന്നില്ലെങ്കിൽ ഇസ്രായേലിന് ഒരു പണി കിട്ടുമെന്ന കാര്യവും നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെയാണ് ഇവിടെ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. എന്നാൽ ഇവിടെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെട്ട് അവർ നടത്തുന്ന ചില നീക്കങ്ങളും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വാർത്തയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക പൂർണ്ണമായും ഇറാഖിൽ നിന്നും അതുപോലെ തന്നെ സിറിയയിൽ നിന്നും ഒക്കെ പിന്മാറി എന്നുള്ള വാർത്തയാണ്. സിറിയയിലെ ഇവിടെ ജോർദാൻ, അതുപോലെ തന്നെ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവർ അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ് അമേരിക്ക പിന്മാറിയിരിക്കുന്നത്. ഇത് ഇറാന്റെ ആക്രമണം ഭയന്നിട്ടാണ് ഈ പിന്മാറ്റം എന്ന് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും അമേരിക്ക പൂർണ്ണമായും പിന്മാറി. അവിടുത്തെ സൈന്യത്തിന് പൂർണ്ണ നിയന്ത്രണം കൊടുത്തു. അമേരിക്ക അവിടെ നിന്നും പിന്മാറി. ഇറാന്റെ ആക്രമണം ആദ്യം ഉണ്ടാകുന്നത് സിറിയയിലേക്കും അതുപോലെ തന്നെ ഇറാഖിലേക്കും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പിന്മാറ്റത്തിന് പുറകിൽ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം സൗദി അറേബ്യയെയും അതുപോലെ തന്നെ ഖത്തറിനെയും UAE ഒക്കെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും, അവിടുത്തെ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു രണ്ടാം സ്ഥാനം കൊടുക്കാനാണ് ഇറാൻ സാധ്യതയുള്ളൂ. കാരണം ആ രാജ്യങ്ങളുമൊക്കെയായി ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം എന്തായാലും ഇറാൻ നടത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇറാഖിലെ സൈനിക ബേസുകൾക്ക് നേരെ, സിറിയയിലെ സൈനിക ബേസുകൾക്ക് നേരെ ആദ്യം ആക്രമണം ഉണ്ടാകും എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടാണോ ഭയന്നിട്ടാണോ അവിടെ നിന്നും പൂർണ്ണമായി പിന്മാറാൻ അമേരിക്ക തയ്യാറായി എന്നുള്ളൊരു വാർത്തയാണ്. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്കയുടെ 2 കപ്പലുകൾ കൂട്ടിയിടിച്ചു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നു. പുതിയ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തിയിരുന്ന കപ്പലുകൾ ഇന്ധനം നിറക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. നാവിക ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അത് എത്രയുണ്ട് എന്നതിനെ കുറിച്ച് അത് വകയിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. എന്തായാലും ഒരു അന്വേഷണത്തിന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉത്തരവിട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അമേരിക്ക ഡീലിന് മാത്രമാണ് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ മറ്റൊരു ഭാഗത്ത് അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന നീക്കങ്ങൾ നടത്തുന്നു. അതേസമയം അമേരിക്ക ഭയപ്പെട്ട് പുറകോട്ട് പോകുന്ന ചില കാഴ്ചകളും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.